ഒറ്റ കുരങ്ങന്റെ ശല്യം ഭയങ്കര കൂടുതലാണ്. നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയപ്പോ 1-2 കുരങ്ങ അറ്റാക്ക് ചെയ്തു. അങ്ങനെ നമ്മള് തൂക്കുപാലത്തിന്റെ ആ ഒരു എൻട്രിയിൽ എത്തിയിട്ടുണ്ട്. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇതുവരെ മെമ്പർ ആയില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മെമ്പർ ആവാൻ മറക്കല്ലേ. ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു ഹിഡൻ സ്പോട്ട് പ്ലേസിലേക്കാണ്. അപ്പം ബാക്കി എന്തൊക്കെയാണ് വിഷയമൊക്കെ നമുക്ക് നേരിട്ട് കാണാം. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ പൊന്മുടി തെന്മല റൂട്ടിലാണ്. അപ്പോൾ ഈ വരി വന്നപ്പം ഇവിടെ ഒരു എർത്ത് ഡാം എന്ന് പറയുന്ന ഡാം കാണാൻ പറ്റി. ആ ഡാമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിച്ചത്. കാര്യം ഇപ്പം നല്ല മഴക്കാലവും നല്ല മൺസൂൺ സീസൺ. എന്നാൽ പോലെ ഈ ഡാമിന് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വെള്ളമേ ഉള്ളൂ. കണ്ടോ, ഇത്രയും മഴ പെയ്ത സമയത്ത് പോലെ ഈ ഡാം ഫുള്ളായിട്ടില്ല. ആ കാണുന്ന ആ ഒരു മരത്തിൻ്റെ ആ സൈഡ് മൊത്തം ഈ ഡാം ഫുള്ളായിട്ട് ആണ് ഈ ഒരു വെള്ളത്തിൻ്റെ ഇതുള്ളത്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാന്ന് വെച്ചാൽ ഇവിടെ അത്രയും വലിയ ആൾക്കാരോ എന്ന് വെച്ചാൽ വലിയ ഡാം വിസിറ്റ് ചെയ്യാൻ പോലത്തുള്ള അത്രയും വലിയ ആൾക്കാരൊന്നുമില്ല. അപ്പം അടുത്ത സ്പോട്ട് നമ്മൾ തെന്മല എക്കോ ടൂറിസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തൂക്കുപാലത്തിലുള്ളതാണ് ഇനി അടുത്തുള്ള യാത്ര. അപ്പോൾ ബാക്കിയുള്ള യാത്ര വിശേഷം നമുക്ക് കാണാം. ഈ വരുന്ന വഴി ഒരു സൈഡ് മല, ഒരു സൈഡ് ഡാം, ഇതിന്റെ ഉള്ള ഒരു നേരത്തെ ഒരു കൽപ്പടികളുള്ള വഴിയിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മള് തൂക്കുപാലത്തിന്റെ ആ ഒരു എൻട്രിയിൽ എത്തിയിട്ടുണ്ട്. കാണാം എങ്ങനെയാണ് തൂക്കുപാലത്തിലൂടെ പോകുമ്പോഴുള്ള യാത്രാ അനുഭവങ്ങൾ. ഒരു സമയത്ത് ഒരു സൈഡിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ വരാൻ പറ്റൂ. ഇവിടെ വടമ്പയാണ്, ഒരു സൈഡിൽ കൂടി നമുക്ക് എൻട്രി ഉള്ളൂ. അത് 5 പേർക്കേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരു സമയത്ത് 5 പേർക്ക് മാത്രമേ ഈ പാലത്തിൽ നമുക്ക് കയറാൻ പറ്റൂ. കാര്യം അറിയാമല്ലോ, ഈ തൂക്കുപാലാകുമ്പോൾ വലിയ വെയിറ്റിന്റെ ഒരു ഇതുള്ളതുകൊണ്ട് ഒരു സമയം 5 പേർക്ക് മാത്രം. നല്ല പോലെ എന്താ പറയാ ഒരു കേൾക്കുന്നുണ്ട് കേട്ടോ. എടാ നല്ല ഷേക്ക് ഉണ്ട് കേട്ടാ, അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളെ ഈ തൂക്കുപാലത്തിന്റെ ഇവിടെ തന്നെ നമുക്ക് ഡാം കാണാം, തെന്മല ഡാം കാണാം. ആ കാണുന്നതാണ് ഡാമിന്റെ ഒരു സൈഡ്, മെയിൻ സൈഡ് അല്ല. കമ്പിടാ അതിന്റെ റോപ്പ് അങ്ങനെ നമ്മൾ തൂക്കുപാലത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇനി അടുത്ത് പോകുന്നത് കല്ലട തെന്മല ഡാം. ഈ കാണുന്ന ഈ ഒരു വഴി കൂടിലാണ് നമ്മൾ ആ ഡാം കാണാൻ പോകുന്നത്. വാ കണ്ടില്ല. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ആ ഒരു ഡാം. നമ്മൾ എക്കോ ടൂറിസം എന്ന് പലതും കണ്ടിട്ടുണ്ട്. കറക്റ്റായിട്ട് എക്കോ ടൂറിസം ഫീൽ ആവണത് ഈ കറക്റ്റ് നമ്മുടെ കാടിൻ്റെ അകത്ത് വരുമ്പോൾ ആ കിട്ടുന്ന ഒരു സൗണ്ടില്ലേ, അത് വാക്കിലുകൊണ്ട് പറയാൻ പറ്റില്ല. ആ ഒരു ഫീല് കണ്ടില്ലേ,
ആ സൈഡും മല ഈ സൈഡും മല, ഈ രണ്ട് മലയുടെ ഇടയിലാണ് ഈ ഡാം. അപ്പം എങ്ങനെയാണ് ഇവിടെ താമസം കാര്യങ്ങളും ഞാൻ പറയാനാണ്. യെസ്, അപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ ഒരു കാര്യം നോക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു കുരങ്ങൻ്റെ ശല്യം ഭയങ്കര കൂടുതലാണ്. നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ 1-2 കുരങ്ങൻ അറ്റാക്ക് ചെയ്തു. അപ്പം നിങ്ങൾ കെയർഫുള്ളായിട്ട് നിങ്ങൾ ഫോണും കാര്യം സേഫായിട്ട് നോക്കി. ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ഗൈഡും കാര്യം പറഞ്ഞു നിങ്ങൾ സേഫായിട്ടുള്ള നിങ്ങളെ ഫോണൊക്കെ കയ്യിൽ വെച്ചു, അല്ലെങ്കിൽ അത് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു 2 മലയുടെ ഇടയിൽ നിന്ന് ആ ഡാം കാണുമ്പോൾ കിട്ടുന്ന ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വരിക, കാണുക, എൻജോയ് ചെയ്യുക. കണ്ട നമ്മൾ ഈ എക്കോ ടൂറിസത്തിൽ വരുമ്പോൾ നമുക്ക് കാട്, ആ ഒരു പ്രകൃതി തത്വമായിട്ട് നമുക്ക് പലതും നമുക്ക് ഇണക്കി ചേർക്കാൻ പറ്റും. ആ ഒരു ഫീൽ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. കാര്യം ആ ഒരു ആംബിയൻസാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പം ഇനി നമുക്ക് ആ ബാക്കിൽ കാണുന്ന ആ ഒരു പാലം വഴി നമുക്ക് കയറാം. ആ പാലത്തിൻ്റെ ഐറ്റിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്നുള്ള ഏകദേശം ഒരു വ്യൂ നമുക്ക് ഡാമിൻ്റെയും ബാക്കിയുള്ള മലയുടെ വ്യൂ നമുക്ക് കിട്ടും. നമുക്ക് ബാക്കി നമുക്ക് ഈ പാലത്തോടെ കയറി നമുക്ക് ഇതിൻ്റെ ഓയില 1-2 ഹഡും കാര്യമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇരുന്ന് ബാക്കിയുള്ള ഡാമിൻ്റെ വിഷ്വലും കാര്യങ്ങളും നമുക്ക് ആസ്വദിക്കാം. എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഈ ഒരു കാട്, ഈ ഒരു ഹിൽ സ്റ്റേഷൻ, ഇങ്ങനത്തെ കുറച്ച് എനിക്ക് ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും ഇവിടെ കിട്ടുന്ന ഈ ഒരു ആംബിയൻസിൽ നമ്മൾ ഫുൾ റിലീഫായിരിക്കും നമ്മുടെ മൈൻഡ്. നമ്മൾ നേരത്തെ കയറിയ പാലത്തിൻ്റെ വഴി നമുക്ക് ഫുള്ളായിട്ട് കയറാൻ പറ്റത്തില്ല. കാര്യം ഇവിടെ കുറച്ച് അറ്റക്കുട്ടി പനി ഉള്ളതുകൊണ്ട് ബാക്കി ഒരു സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേറെ ഒരു എളുപ്പമല്ല, വേറൊരു വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഡാമിൻ്റെ ആ ഒരു വിഷ്വൽ കാണാം. എക്കോ ടൂറിസം കല്ലട തെന്മല ഡാം.